എല്ലാവർക്കും നമസ്കാരം. 2026 അടുത്തെത്തിക്കഴിഞ്ഞു. 2025 പോലെ തന്നെ 2026 എല്ലാവർക്കും ഒരു നല്ല ഒരു വർഷമാകട്ടെ, എല്ലാ അഭിവൃദ്ധികളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. നമ്മൾ എല്ലാ വർഷവും നമ്മുടെ ഇയർ എൻഡ് അല്ലെങ്കിൽ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ ആ വർഷം നമുക്ക് ചൂസ് ചെയ്യാവുന്ന ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ, ബെസ്റ്റ് ടേം ഇൻഷുറൻസ് പ്ലാൻ എന്ന രീതിയിൽ നമ്മൾ കഴിഞ്ഞ 5-6 കൊല്ലങ്ങളായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പാരാമീറ്റേഴ്സ് നോക്കാറുണ്ട്, ഏതാണ് ബെസ്റ്റ് പ്ലാൻ ആ കൊല്ലത്തേക്ക് എന്നുള്ളത് നോക്കാറുണ്ട്. അപ്പോൾ ഈ കൊല്ലവും നമ്മൾ ഒരു 3 ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ, അതായത് ഈ 31 ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ കമ്പനികളിലായി 300ഓളം ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. അത് നമ്മളൊരു 7 റേഷ്യോസ് പാരാമീറ്റേഴ്സും പിന്നെ 10-15 പോളിസി കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു 3 ബെസ്റ്റ് പോളിസികളെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നറിയാനും വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. നമ്മൾ ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസിനെ കമ്പയർ ചെയ്യുന്നത് നോക്കി ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യാൻ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ഒരു റേഷ്യോ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ആണ്. ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ക്ലെയിം സെറ്റിൽഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ക്ലെയിംസ് റിസീവ്ഡ്. എത്ര ക്ലെയിം സെറ്റിൽ ചെയ്തു, എത്ര ക്ലെയിം വന്നു. 100 എണ്ണത്തിൽ, അതായത് 100 ക്ലെയിം വന്നാൽ അതിൽ എത്ര ക്ലെയിം കൊടുത്തു, നമ്പർ ഓഫ് ക്ലെയിംസ് എത്ര എണ്ണം കൊടുത്തു എന്നുള്ളതാണ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ ഇൻഡസ്ട്രി ആവറേജ്, അതായത് ഈ 31 കമ്പനികളുടെയും ആവറേജ് എടുത്താൽ 91 കേസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചിലത് 82 ആയിരിക്കും, ചിലത് 99 ആയിരിക്കും. 91 ഇൻഡസ്ട്രി ആവറേജ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 4 കൊല്ലത്തെ ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ കമ്പനിയെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ 4 കൊല്ലത്തെ ഡാറ്റയിൽ 91 അല്ല 95% എല്ലാ വർഷവും ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ നിലനിർത്തിയിട്ടുള്ള കമ്പനീസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ള ഒരു ഫിൽറ്ററും ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്നുള്ളതാണ്. ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് എമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോ. അതായത് നമ്മളിപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയിൽ 100 ക്ലെയിം വന്നു കഴിഞ്ഞാൽ അതിൽ 95-96 ക്ലെയിംസ് കൊടുത്തെങ്കിലും ചില കമ്പനികൾ വലിയ ക്ലെയിംസ് റിജക്ട് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് ചില 10,000-നും 20,000-നും ക്ലെയിം ഒക്കെ കൊടുക്കും. അപ്പൊ നമ്പർ ഓഫ് ക്ലെയിംസ് കൂടുതൽ കൊടുത്തല്ലോ, പക്ഷെ ഒരു 10 ലക്ഷത്തിന്റെ 20 ലക്ഷത്തിന്റെ ഒരു കേസ് തള്ളിക്കളഞ്ഞിട്ട് അങ്ങനെ ചില കമ്പനികൾ ചെയ്യാറുണ്ട്. അപ്പോൾ എമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ കമ്പനികളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഏതാണ് നല്ല കമ്പനി, ഏതാണ് മോശം കമ്പനി എന്നുള്ളത്. എമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് വെച്ചാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്ലെയിം സെറ്റിൽഡ് ഡിവൈഡ് ബൈ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്ലെയിംസ് റിസീവ്ഡ്. അതായത് ഒരു വർഷം, ഞാൻ എക്സാമ്പിൾ പറയുന്നു, 10 കോടി രൂപയ്ക്ക് ക്ലെയിമിന് വേണ്ടി റിക്വസ്റ്റ് വന്നു. അതിൽ 9 കോടി 50 ലക്ഷവും പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ക്ലെയിം എമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോ 95% ആണെന്ന് പറയാം. അപ്പോൾ ഇൻഡസ്ട്രി ആവറേജ് 95 ആണ് നിൽക്കുന്നത്. പക്ഷെ നമ്മളൊരു 97-98% എങ്കിലും എമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള കമ്പനികളെയാണ് നമ്മൾ നമ്മുടെ ഈ ബെസ്റ്റ് 3 സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ എന്തായാലും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാനും എനിക്ക് ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇനി നമ്മളിപ്പോ മൂന്നാമത്തെ റേഷ്യോ, നമ്മളിപ്പോ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ നോക്കി, എമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോ നോക്കി. മൂന്നാമത്തെ റേഷ്യോ ഇൻകേർഡ് ക്ലെയിം റേഷ്യോ. അതായത് ഒരു കമ്പനിയുടെ ഒരു പ്രോഫിറ്റബിലിറ്റി സൈഡ് നോക്കുന്ന റേഷ്യോ ആണ് ഇൻകേർഡ് ക്ലെയിം റേഷ്യോ. ടോട്ടൽ വാല്യൂ ഓഫ് ക്ലെയിംസ് പെയ്ഡ് ബൈ ദ കമ്പനി ഡിവൈഡ് ബൈ ടോട്ടൽ വാല്യൂ ഓഫ് പ്രീമിയം കളക്ടഡ്. അതായത് എത്ര രൂപയാണ് ക്ലെയിം കൊടുത്തത് ഡിവൈഡ് ബൈ പ്രീമിയം കളക്ട് ചെയ്തത് ഇൻറ്റു 100. അതാണ് റേഷ്യോ വരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ഒരു കമ്പനി 10 കോടി രൂപ അവര് പ്രീമിയം കളക്ട് ചെയ്തു. അതിൽ 7 കോടി രൂപ അവർ കൊടുത്തു, അതായത് ക്ലെയിം ആയിട്ട്. അങ്ങനെ പറഞ്ഞാൽ 7 കോടി ഡിവൈഡ് ബൈ 10 കോടി ഇൻറ്റു 100, അതായത് 70% അവരുടെ ഇൻകേർഡ് ക്ലെയിം റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോ ഇതിലിപ്പം 60-ന് താഴെ ഇൻകേർഡ് ക്ലെയിം റേഷ്യോ ഉള്ള കമ്പനീസ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഒരു പ്രോഫിറ്റബിലിറ്റി വേണ്ടി ക്ലെയിം തള്ളിക്കളയുന്ന രീതിയിലുള്ള കമ്പനീസ് കണ്ടിട്ടുണ്ട്, അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 100 ഇപ്പൊ ഇൻകേർഡ് ക്ലെയിം റേഷ്യോ, എല്ലാ ക്ലെയിമും കളക്ട് ചെയ്ത പ്രീമിയം മുഴുവൻ ക്ലെയിമിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രോഫിറ്റബിലിറ്റി ഇല്ല, കമ്പനി സസ്റ്റെയിൻ ചെയ്ത് പോകില്ല. അപ്പൊ അങ്ങനത്തെ കമ്പനി ഒഴിവാക്കിയിട്ടുണ്ട്. അറൌണ്ട് ഒരു 70-80% ക്ലെയിം ഇൻകേർഡ് ക്ലെയിം റേഷ്യോ ഉള്ള കമ്പനീസ് ആണ് നമ്മൾ ഈ ടോപ്പ് 3 കമ്പനി സെലക്ട് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പാരാമീറ്റർ. അടുത്തൊരു ഇമ്പോർട്ടന്റ് റേഷ്യോ ആണ് കംപ്ലൈൻസ് റേഷ്യോ. കംപ്ലൈൻസ് റേഷ്യോ എന്ന് വെച്ചാൽ ഒരു 10,000
ക്ലെയിമുകൾ വന്നാൽ അതിൽ എത്ര കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ട്, അതായത് ഇപ്പം ഒരു കമ്പനിക്ക് 10,000 ക്ലെയിം ഒരു വർഷം വന്നു, അതിൽ എത്ര കസ്റ്റമറുടെ ഭാഗത്ത് എത്ര കംപ്ലൈന്റ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട റേഷ്യോ. അപ്പം ഇൻഡസ്ട്രി ആവറേജ് 27 അതായത് 10,000 ക്ലെയിമുകൾ ഒരു അപ്ലൈ ചെയ്ത് വരുമ്പോൾ അതിൽ 27 കംപ്ലൈന്റ്സ് ആണ് ഇൻഡസ്ട്രി ആവറേജ്. പക്ഷെ നമ്മൾ 20-ൽ താഴെ കംപ്ലൈന്റ്സ് വരുന്ന കമ്പനികളെയാണ് ഈ ടോപ്പ് 3 കമ്പനികൾ സെലക്ട് ചെയ്യാനുള്ള പ്രോസസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ബട്ടൺ എന്തായാലും പ്രസ് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് വീഡിയോ എത്താൻ നിങ്ങളുടെ ലൈക്ക് സഹായിക്കും. അടുത്തത് നമ്മൾ ഈ ടോപ്പ് 3 കമ്പനി പ്ലാൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഒരു റേഷ്യോ സോൾവൻസി റേഷ്യോ. സോൾവൻസി റേഷ്യോ എന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ ഒരു കമ്പനി പ്രീമിയം കളക്ട് ചെയ്തതിന് 150% എങ്കിലും ഫിനാൻഷ്യൽ ബഫർ വെക്കണം എന്നാണ് IRDAയുടെ ഒരു മിനിമം 150%. അതായത് ഇപ്പം എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 കോടി രൂപയുടെ പ്രീമിയം കളക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 10 കോടി രൂപ അവർക്ക് ടോട്ടൽ ക്ലെയിം കൊടുത്ത് സമ്മഷ്വേർഡ് എത്ര കൊടുത്തു തീർക്കാൻ ഉണ്ടെങ്കിൽ 10 കോടി രൂപയുടെങ്കിൽ 15 കോടി രൂപയുടെങ്കിലും ഫിനാൻഷ്യൽ ബഫർ അവർ വെച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് മിനിമം സ്റ്റാൻഡേർഡ് ആണ് IRDAയുടെ. പക്ഷെ അതിനേക്കാളും കൂടുതൽ 200%, 250% ഒക്കെ വെക്കുന്ന കമ്പനീസിനെയാണ് നമ്മൾ അതിലെ ഏറ്റവും ടോപ്പ് 3 കമ്പനിയെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും നല്ല സോൾവൻസി റേഷ്യോ ഉള്ള കമ്പനീസിനെയാണ് നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ അടുത്ത ഒരു റേഷ്യോ നോക്കിയിട്ടുള്ളത് പെർസിസ്റ്റൻസി റേഷ്യോ. അതായത് ഒരു കസ്റ്റമർ ഒരു കമ്പനിയുടെ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ 30th month പെർസിസ്റ്റൻസി, 37th month അതായത് 1 year കണ്ടിന്യൂ ചെയ്യുന്നു, 3 year കണ്ടിന്യൂ ചെയ്യുന്നു, 5 year കണ്ടിന്യൂ ചെയ്യുന്നു ഒരേ പ്ലാനിൽ എന്നുള്ളത് നമ്മൾ ഈ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആണല്ലോ ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് പോർട്ടിംഗ് ഓപ്ഷൻസ് കസ്റ്റമർക്ക് ഉണ്ട്. പോർട്ട് ചെയ്യാതെ 5 വർഷം വരെ കണ്ടിന്യൂ ചെയ്യുന്ന പ്ലാൻസിനെയാണ് അല്ലെങ്കിൽ കമ്പനീസിനെയാണ് നമ്മൾ ഈ ടോപ്പ് 3 പ്ലാൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാനും എന്നെ കോൺടാക്ട് ചെയ്യാം ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുകളിൽ. നമ്മളൊരു വേറെ ഒരു റേഷ്യോ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് കമ്മീഷൻ എക്സ്പെൻസ് റേഷ്യോ. അതായത് എക്സ്പെൻസ് കമ്മീഷൻ ഏറ്റവും കുറവ് കൊടുക്കുന്ന കമ്പനീസ് അല്ലെങ്കിൽ പ്ലാൻസിനെയാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ടോപ്പ് 3 പ്ലാൻസ് സെലക്ട് ചെയ്യുന്ന ഒരു റേഷ്യോയിലേക്ക് ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട ഒരു 6 റേഷ്യോസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി ബെസ്റ്റ് പ്ലാനിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി. ഇനി പോളിസിയുടെ ഫീച്ചർ ലെവലിലും നമ്മളൊരു റിസർച്ച് നടത്തിയിട്ടാണ് ലാസ്റ്റ് ഫൈനലി നമ്മൾ ഏതൊക്കെ പ്ലാൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ നിങ്ങളോട് പറയുന്നത്. പോളിസി ലെവലിൽ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് റൂം റെന്റ് ലിമിറ്റ് എന്നുള്ള കാര്യം. അതായത് റൂം റെന്റ് ലിമിറ്റ് ഇല്ലാത്ത പ്ലാൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതായത് എനി റൂം, നമുക്ക് റൂമിന് അതിനെ കോപ്പയോ കാര്യങ്ങളോ ലിമിറ്റോ, അതായത് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏതാണോ റൂം ഉള്ളത്, പ്രൈവറ്റൈസ്ഡ് റൂമാണോ അല്ലെങ്കിൽ അവർക്ക് സ്യൂട്ട് റൂമാണോ, ഏത് റൂമും എടുക്കാവുന്ന പ്ലാൻസ് ആണ് നമ്മൾ ഈ ഒരു ടോപ്പ് 3 പ്ലാൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസീസ് വൈസ് സബ് ലിമിറ്റ്സ് ഇല്ലാത്ത പ്ലാൻ, അതായത് ഇന്ന അസുഖത്തിന് ഇത്രേ തരാൻ പാടുള്ളൂ എന്നുള്ള സബ് ലിമിറ്റ് ഇല്ലാത്ത പ്ലാൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോ പേയ്മെന്റ് ഇല്ലാത്ത പ്ലാൻസ്. കോ പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കാര്യങ്ങൾ വരാറുണ്ട് പ്ലാനിൽ. അതായത് നമ്മളിപ്പം 1 ലക്ഷം രൂപ ക്ലെയിം വന്നു കഴിഞ്ഞാൽ അതിൽ കമ്പനി 80,000 കൊടുക്കുക, കസ്റ്റമർ 20,000 വെക്കുക എന്നുള്ളത് കോ പേയ്മെന്റ്. അതൊന്നും ഇല്ലാതെ മുഴുവൻ സെറ്റിൽ ചെയ്യുന്ന കമ്പനീസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റോറേഷൻ, അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ ഇപ്പോഴത്തെ ഏറ്റവും ഒരു നല്ലൊരു ഫീച്ചറാണ്. അതായത് എപ്പോഴും നമ്മുടെ യൂസ് ചെയ്ത ക്ലെയിം വീണ്ടും ആഡ് ചെയ്ത് റെസ്റ്റോർ ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അതുള്ള പ്ലാൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നോ ക്ലെയിം ബോണസ് 6 തവണ 10 തവണ അൺലിമിറ്റഡ് ടൈംസ് ഒക്കെ വർദ്ധിക്കുന്ന പ്ലാൻസ്, അതായത് ബോണസ് ഓരോ വർഷവും സമ്മഷ്വേർഡിനനുസരിച്ച് വർദ്ധിക്കുന്ന പ്ലാൻസ് അവൈലബിൾ ആണ്. അങ്ങനത്തെ പ്ലാൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ മാക്സിമം, അതായത് അഡ്മിറ്റ് ആവുന്നതിന് മുന്നേയുള്ള എത്ര ദിവസങ്ങൾ, 90, 150 ദിവസങ്ങളും ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള ദിവസങ്ങൾ 150 ദിവസം, അങ്ങനെ ഏറ്റവും മാക്സിമം ഉള്ള പ്ലാൻസ് ആണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പ്ലാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഡേ കെയർ ട്രീറ്റ്മെന്റ് ഏറ്റവും അധികം, അതായത് ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ടെക്നോളജി അഡ്വാൻസ്മെന്റ്സ് കാരണം നമുക്ക് ഈ കീ ഹോൾ സർജറി പോലെ അല്ലെങ്കിൽ കാറ്ററാക്ടിനൊക്കെ കീ ഹോൾ സർജറി പോലെ നമുക്ക് ഒരു ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്നില്ല. വരുന്നു, ഒരു അഡ്മിഷൻ ഉണ്ട്, ഒരു പ്രോസസ് ഉണ്ട്, ഡിസ്ചാർജ് ആയി പോകുന്നു. അങ്ങനെ ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് ഡിസീസ് ഉള്ള പ്ലാൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സ്ലോ ഗ്രോയിങ് ഇൽനെസിന്റെ വെയിറ്റിംഗ് പീരീഡ് 2 കൊല്ലമാണ്. 1 കൊല്ലമായി കുറയ്ക്കാവുന്ന പ്ലാൻസ് ഉണ്ട്. അതും നമ്മൾ ഇതിൽ ഈ നമ്മുടെ
നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയറിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫ്രീ ആനുവൽ ചെക്കപ്പ് ഉള്ള പ്ലാൻസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പ്ലാൻസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആംബുലൻസ് കവർ മാക്സിമം തരുന്ന പ്ലാൻസ് സെലക്ട് ചെയ്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എയർ ആംബുലൻസ് കവർ ആൻഡ് സാധാരണ ആംബുലൻസ് കവർ. അതുപോലെ തന്നെ ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ കവർ ചെയ്യോ എന്ന് നോക്കിയിട്ടുണ്ട്. അതായത് രോഗിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റൂം ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ക്യാഷ്ലെസ് ക്ലെയിം കിട്ടുന്ന സംഭവമാണ് ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ. അത് കവർ ചെയ്യുമെന്ന് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുർവേദം, യുനാനി, ഹോമിയോ, സിദ്ധ കവർ ചെയ്യുമെന്ന് നോക്കിയിട്ടുണ്ട്. 100% കവർ ചെയ്യുന്ന പ്ലാൻസ് ആണ് നമ്മുടെ സെലക്ഷനിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഓർഗാൻ ഡോണർ എക്സ്പെൻസസ് കവർ ചെയ്യുമെന്ന് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കിയിട്ടുണ്ട്. മെറ്റേണിറ്റി കവർ ചെയ്യുമോ, അതുപോലെ തന്നെ അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് കുറവുള്ളത്, ഡയബറ്റിസ്, ABCD എന്ന് പറഞ്ഞാൽ ആസ്മ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റിസ്, COPD, അങ്ങനത്തെ കുറെ അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ തരുന്ന പ്ലാൻസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ടോപ്പ് 3 പ്ലാൻസിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി നമ്മൾ 300ഓളം പ്ലാൻസ് അല്ലെങ്കിൽ എല്ലാ കമ്പനികളുടെയും ബെസ്റ്റ് പ്ലാൻസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഫൈനൽ എത്തിച്ചേർന്നിട്ടുള്ള 3 പ്ലാൻസിന്റെ കാര്യങ്ങൾ പറയാം, ഏതൊക്കെ പ്ലാൻ ആണെന്ന്. ഫസ്റ്റ് നമ്പറിൽ വരുന്നത് HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂർ. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് തന്നെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഒരു പ്ലാൻ ആണ്. അത് ഇഫ്സ് ആൻഡ് ബട്ട്സ് ഇല്ലാത്ത പോളിസിയാണ്. അതായത് ഇതുണ്ടോ അതുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പൊ റോബോട്ടിക് സർജറി ഉണ്ടോ അതുണ്ട്, എല്ലാ കാര്യങ്ങളും ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന പ്ലാനാണ്. ഒരുപാട് കാലമായിട്ട് തന്നെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന പ്ലാനാണ് ഈ HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂർ. നമ്മൾ നന്നായി സജസ്റ്റ് ചെയ്യുന്ന പ്ലാനാണ്. ഈ പ്ലാൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ പ്ലാന്റെ ഒരു ഡ്രോബാക്ക് റിലേറ്റീവ്ലി ഹയർ ലെവൽ ഓഫ് പ്രീമിയം ആണ്. അതായത് ഒരു പ്ലാൻ ഏറ്റവും ബെസ്റ്റ് ആകുമ്പോൾ നമ്മൾ പറയില്ല, ഇപ്പൊ ഏത് സെഗ്മെന്റിലാണെങ്കിലും അതിലെ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രീമിയംസും ഹൈ ആയിരിക്കും. അപ്പം അതാണ് ഇതിന്റെ ഒരു റിലേറ്റീവ്ലി ഒരു ഡ്രോബാക്ക് ഉള്ളത്. പക്ഷേ ഒരു നമ്മുടെ ഇതിൽ ഏറ്റവും നമ്പർ 1 വന്നിട്ടുള്ളത് HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂർ എന്ന പ്ലാനാണ്. നമ്മുടെ സർവേയിലെ രണ്ടാമത്തെ, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിലെ രണ്ടാമത്തെ വന്നിട്ടുള്ളത് ആദിത്യ ബിർളയുടെ ആക്റ്റീവ് 1 എന്ന പ്ലാനാണ്. അത് ബെസ്റ്റ് പോളിസി തന്നെയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അത് 2 കൊല്ലമായി ലോഞ്ച് ചെയ്തിട്ട് ബെസ്റ്റ് പോളിസി ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാം കവേർഡ് ആണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ആസ്മ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റിസ് പോലത്തെ മേജർ അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ തന്നെ നമുക്ക് 31st ഡേ തൊട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്ന പ്ലാനാണ്. ഒരുപാട് പിന്നെ നമുക്ക് നമ്മളെ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് എക്സസൈസ് ചെയ്താൽ 10,000 സ്റ്റെപ്പ് വെച്ചിട്ട് 325 ദിവസം നടന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ പ്രീമിയം അടയ്ക്കേണ്ട ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ടുള്ള പ്ലാനാണ്. അത് നമ്മുടെ റിസർച്ചിൽ 2ാം നമ്പർ, അതായത് ബെസ്റ്റ് പ്ലാൻ ഇൻ ഇന്ത്യ 2ാം നമ്പർ വരുന്നത് ആദിത്യ ബിർള ആക്റ്റീവ് 1 മാക്സ് ആണ്. അതുകൊണ്ട് പ്രീമിയവും ഒരു മോഡറേറ്റ് ലെവലാണ് നിൽക്കുന്നത്. ഇതിന്റെ ഒരു ഡ്രോബാക്ക് പറയുകയാണെങ്കിൽ, HDFC ഞാൻ നേരത്തെ പറഞ്ഞു, HDFCയുടെ കംപ്ലൈൻസ് അതായത് 10,000 ക്ലെയിം വന്നു കഴിഞ്ഞാൽ 6 കംപ്ലൈന്റ് HDFCക്ക് വരുന്നുള്ളൂ. പക്ഷെ ഇതിലൊരു 18-19 കംപ്ലൈൻസ് വരുന്നുണ്ട്. ഇതാണ് ഒരു ഡ്രോബാക്ക് വരുന്നത്. അതായത് കംപ്ലൈൻസ് കുറവ് HDFC ആണ്. അതിന് ആ ലെവൽ ഓഫ് പ്രീമിയം അവർ മേടിക്കുന്നുമുണ്ട്. അതായത് കംപ്ലൈൻസ് കുറയുന്നതിന് കാരണം അവർ കൂടുതൽ പ്രീമിയം കളക്ട് ചെയ്യുന്നു, അതുകൊണ്ട് കൂടുതൽ ക്ലെയിം കൊടുക്കുന്നു. ഇത് കമ്പാരിറ്റീവ്ലി ഞാൻ നേരത്തെ പറഞ്ഞു 27 ഇൻഡസ്ട്രി ആവറേജ്. ഇൻഡസ്ട്രി ആവറേജിനേക്കാൾ എത്രയോ മികച്ചതാണ് ആദിത്യ ബിർളയുടെ 90 നിൽക്കുന്നുണ്ട്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ 1ഉം 2ഉം തമ്മിൽ ഡിഫറൻസ് വന്നിട്ടുള്ളത് ഒരു കംപ്ലൈൻസ് റേഷ്യോയിൽ HDFC ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് റാങ്ക് HDFCക്കും സെക്കൻഡ് റാങ്ക് ആദിത്യ ബിർളയ്ക്കും കൊടുത്തിട്ടുള്ളത്. കാരണം ക്ലെയിം കിട്ടുക എന്നുള്ളതാണല്ലോ നമ്പർ 1 പൊസിഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്പർ 1ലേക്ക് HDFC ERGO ഒപ്റ്റിമ സെക്യൂർ കയറിയതും ആദിത്യ ബിർള ആക്റ്റീവ് 1 സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്നതും. ICICI ലൊംബാർഡിന്റെ എലിവേറ്റ് എന്ന പ്ലാനാണ് നമ്പർ 3 പൊസിഷൻ നിൽക്കുന്നത്. ബെസ്റ്റ് പ്ലാനാണ്. ഒരുപാട് ഓപ്ഷൻസ്, 28ഓളം റൈഡേഴ്സ് ആഡ് ചെയ്യാം. അതായത് മെറ്റേണിറ്റി റൈഡർ ആഡ് ചെയ്യാം. പിന്നെ അൺലിമിറ്റഡ് ടൈം സമ്മർഷോട് കൂടി ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള പ്ലാനാണ് ഈ പ്ലാൻ വരുന്നത്. ഇതിന്റെ ഒരു ഡ്രോബാക്ക് വരുന്നത് ഇതിന്റെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. ഞാൻ നേരത്തെ ഫസ്റ്റ് വരുന്ന കമ്പനി HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂർ 99% ആണ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ നിൽക്കുന്നത്. ആദിത്യ ബിർളയുടെ 97 ആണ്. ഇവരുടെ അറൌണ്ട് 95 ആണ് ICICI ലൊംബാർഡ് എലിവേറ്റ് നിൽക്കുന്നത്. അപ്പോൾ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയിൽ ഇവർ കുറച്ച് കമ്പാരിറ്റീവ്ലി ഫസ്റ്റിനും സെക്കൻഡും കമ്പയർ ചെയ്യുമ്പോൾ പിന്നിലാണ്. അതുകൊണ്ടാണ് ഇത് 3rd പൊസിഷനിലായത്. അപ്പോൾ നമ്മുടെ സജഷനിൽ നമ്പർ 1 HDFC ERGO ഒപ്റ്റിമ സെക്യൂറും, നമ്പർ 2 ആദിത്യ ബിർള ആക്റ്റീവ് 1 മാക്സും, നമ്പർ 3 ICICI ലൊംബാർഡ് എലിവേറ്റ് പ്ലാനുമാണ്. ഈ പ്ലാനുകൾ കുറച്ച് കൂടുതൽ അറിയാനും ഈ പ്ലാൻ പർച്ചേസ് ചെയ്യണമെങ്കിലും എനിക്ക് ഈ നമ്പറുകളിൽ വാട്സ്ആപ്പ് ചെയ്യാം, എന്നെ വിളിക്കാം. ഇതൊക്കെ ഒരു ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെയാണ്, ഷർട്ട് തയ്ക്കുന്ന പോലെയാണ്, ഒരു പേഴ്സണലൈസ് സർവീസ് ആണ്. ചിലവർക്ക് മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും, ചിലവരുടെ ആവശ്യം മെറ്റേണിറ്റി ആയിരിക്കും, ചിലർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണം, ചിലവർക്ക് EMI സൗകര്യം വേണം. ഇതൊരു പേഴ്സണലൈസ്ഡ് സംഭവമാണ്. അതായത് എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നത് മറ്റാൾക്ക് ബെസ്റ്റ് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അറേ ഓഫ് പ്രൊഡക്ട്സ് എന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. ഇത് ഞാൻ ബെസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതല്ലാതെ നമുക്ക് പ്ലാൻസ് വേറെ അവൈലബിൾ ആണ്. അപ്പൊ മാർക്കറ്റിലെ ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ്
നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് വരുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് വാട്സപ്പ് ചെയ്യാം, എന്നെ വിളിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും, അതായത് ഇപ്പൊ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ തോന്നുന്നു നമ്മൾ ഓഫർ ചെയ്യുന്ന ഏറ്റവും വലിയ സർവീസ് വെച്ചാൽ 24/365 ക്ലെയിം സപ്പോർട്ടാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമ്മൾ ഫ്രീലാൻസ് സർവീസ് ആയതുകൊണ്ട് നമ്മളൊരു കമ്പനിയായിട്ട് നമ്മുടെ കമ്പനി എംപ്ലോയി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സൈഡിൽ നിന്ന് ക്ലെയിമിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ 24/365 നമ്മൾ ഉണ്ടായിരിക്കും. എല്ലാ ക്ലെയിമും മേടിച്ചു തരാൻ വേണ്ടി സഹായിക്കും. ഇല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് നമുക്ക് നിങ്ങളുടെ കമ്പനിയിൽ നമുക്ക് റീഇംബേഴ്സ്മെന്റ് അല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ, ഗ്രീവൻസ് ഓഫീസർ എങ്ങനെ വേണമെങ്കിൽ പോകാൻ നമ്മൾ അതിനുള്ള സപ്പോർട്ടും നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ FAQ പറയില്ലേ, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ സ്ഥിരമായിട്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്ന്, കോർപ്പറേറ്റ് പോളിസി ഉണ്ട് അല്ലെങ്കിൽ മെഡിസപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കോർപ്പറേറ്റ് പോളിസി ഉണ്ടെങ്കിൽ ഞാൻ വേറെ പോളിസി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ ആണ്, നമുക്ക് കോർപ്പറേറ്റ് പോളിസി എന്ന് വെച്ചാൽ നമ്മൾ കമ്പനി മാറുമ്പോൾ നമുക്ക് ആ പോളിസി കഴിഞ്ഞു, നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു പോളിസി വേണം. ബാക്കി നമുക്ക് ഇപ്പൊ നമ്മളൊരു സ്വന്തമായിട്ട് കാറും നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിക്കും ലൈഫ് ലോങ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്ന ഒരു പ്ലാനാണ് നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ. അത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എന്തായാലും വേണം. കോർപ്പറേറ്റ് പോളിസി ഉണ്ടെങ്കിൽ ഉണ്ട്, ഗുഡ്, വെൽ ആൻഡ് ഗുഡ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്തായാലും മസ്റ്റായിട്ടും വേണം. അതുപോലെ തന്നെ എത്ര സം അഷ്യൂർഡ് എടുക്കണം എന്നുള്ളത്. അപ്പൊ ഈ 2026 ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു 10 to 15 lakhs എങ്കിലും ഒരു ഫാമിലിക്ക്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് വേണം. കാരണം പല ക്ലെയിമുകളിലും 3-4 ലക്ഷം രൂപയാണ് ഒരു ക്ലെയിമിൽ വരുന്നത്. അപ്പൊ മേ ബി ഒരു വലിയ ക്ലെയിം ഒരു 25-30 ലക്ഷം ഒക്കെ വന്നാലും കവർ ചെയ്യണമെങ്കിൽ, മിനിമം കവർ ചെയ്യണമെങ്കിൽ നമ്മളൊരു 10-15 ലക്ഷം രൂപയെങ്കിലും നമുക്ക് കവറേജ് വേണം. ഒരു 5 lakhs ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്, 5 lakhs ഒക്കെ ഇപ്പോൾ കുറവാണ്. ഒരു 10 to 15 lakhs എങ്കിലും ഇപ്പോൾ കവറേജ് വേണം. അതുപോലെ തന്നെ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ ഡിസീസസ് എന്തുണ്ടെങ്കിലും നമ്മൾ കാണിച്ചിരിക്കണം. അതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. നമുക്ക് ക്ലെയിം കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടോ, എന്തൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടോ, ഇത് മുഴുവൻ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കണം. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനും അതിന് എന്തൊക്കെ പറയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം. എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് തരാൻ സാധിക്കുന്നതായിരിക്കും. 2026 മികച്ച 3 ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ച് സംസാരിച്ച വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ഈ പ്ലാനുകൾ പർച്ചേസ് ചെയ്യാൻ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം, എന്നെ വിളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ മറ്റു പ്ലാനുകളുമായിട്ട് കമ്പയർ ചെയ്തിട്ടും നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാൻ എന്നെ വിളിക്കാം, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.